ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് പുതിയൊരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് സ്കാറ്ററിംഗ് തിയറി. അപ്പോൾ നമ്മൾ ഫിസിക്സ് ഇത്രയും നാൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പലതരത്തിലുള്ള സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ ഉദ്ദേശിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ തിയറി ഓഫ് സ്കാറ്ററിംഗ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ അതിൻ്റെ ക്ലാസിക്കൽ തിയറി ഡിസ്കസ് ചെയ്ത് പിന്നീട് സ്കാറ്ററിങ്ങിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ തിയറിയിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫിസിക്സ് പഠിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് ആണ് റൂദർഫോർഡിൻ്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടി അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസ്, അതിലുള്ള ന്യൂക്ലിയോൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സ്റ്റഡി നടത്താൻ വേണ്ടി കാലാകാലങ്ങളിൽ പലതരത്തിലുള്ള സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്സ് നടന്നിട്ടുണ്ട്. അപ്പോൾ റൂദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, അതുപോലെ തന്നെ മറ്റ് ന്യൂക്ലിയോൺ സ്കാറ്ററിങ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കാറ്ററിങ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായും നമ്മൾ ക്ലാസിക്കൽ തിയറിയും അതേപോലെ സ്കാറ്ററിങ്ങിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ തിയറിയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻട്രൊഡക്ഷൻ. Almost everything we know about nuclei and elementary particles has been discovered by the famous scattering experiments. ഓക്കെ, ന്യൂക്ലിയസിനെ പറ്റി അല്ലെങ്കിൽ മറ്റ് എലമെൻ്ററി പാർട്ടിക്കിളിനെ പറ്റി ഇന്ന് നമുക്കുള്ള പല അറിവുകളും നമുക്ക് പലതരത്തിലുള്ള സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്സ് വഴി ലഭിച്ചതാണ്. It is through scattering experiments that important building blocks of matter such as the atomic nucleus, the nucleons and various quarks have been discovered. ന്യൂക്ലിയസിനെ പറ്റി, ന്യൂക്ലിയസിനുള്ളിലുള്ള പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, അതായത് ന്യൂക്ലിയോൺസ് എന്ന് നമ്മൾ വിളിക്കുന്നത്, അതുപോലെ തന്നെ വേരിയസ് ക്വാർക്കുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കവർ ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ് നടത്തിയതൊക്കെ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്സ് വഴിയാണ്. നമുക്ക് പ്രധാനപ്പെട്ട ഒരു സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് റൂദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. എന്താണ് എക്സ്പെരിമെൻ്റ് എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. So Rutherford directed a beam of alpha particles which are the nuclei of helium atoms. അപ്പോൾ ഹീലിയം ആറ്റത്തിൻ്റെ ന്യൂക്ലിയൈ നമ്മൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് വിളിക്കുന്നു. ആൻഡ് ദേ ആർ പോസിറ്റീവ്ലി ചാർജ്ഡ്. അതിനെ എങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു? അറ്റ് തിൻ ഗോൾഡ് ഫോയിൽ, ഒരു തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിലിലേക്ക് ആൽഫ പാർട്ടിക്കിളിനെ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സ്റ്റഡി ദ സ്ട്രക്ചർ ഓഫ് ആറ്റം ആൻഡ് നോട്ടഡ് ഹൗ ദ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റേഡ് ഫ്രം ദ ഫോയിൽ. അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിളിനെ ഗോൾഡ് ഫോയിലിൽ ഇൻസിഡൻറ്റ് ചെയ്ത് അവിടെ നിന്നും സ്കാറ്റർ ചെയ്യപ്പെടുന്ന ആൽഫ പാർട്ടിക്കിളിനെ സ്റ്റഡി ചെയ്തുകൊണ്ട് ഈ ഗോൾഡ് ഫോയിലിനെ പറ്റി, അല്ലെങ്കിൽ ഗോൾഡ് ഫോയിലിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടുള്ള ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റി റൂദർഫോർഡ് സ്റ്റഡി ചെയ്തു. അതാണ് റൂദർഫോർഡിൻ്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. സോ റൂദർഫോർഡ് മെയ്ഡ് ദ ഫോളോയിങ് 3 ഒബ്സർവേഷൻസ്. റൂദർഫോർഡിൻ്റെ പ്രധാനപ്പെട്ട 3 ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്, most of the fast highly charged alpha particles went straight through undeflected. എന്ന് വെച്ചാൽ ഈ ഗോൾഡ് ഫോയിലിലേക്ക് ഡയറക്റ്റ് ചെയ്ത ആൽഫ പാർട്ടിക്കിളിൻ്റെ മേജർ പോർഷനും എന്ത് ചെയ്തു? ഡിഫ്ലക്ഷൻസ് ഒന്നുമില്ലാതെ അൺഡീവിയേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് ഈ ഗോൾഡ് ഫോയിലിൽ കൂടി കടന്നുപോയി. ഓക്കെ, സ്കാറ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. സോ ഇതൊരു എക്സ്പെക്റ്റഡ് റിസൾട്ട് ആയിരുന്നു. കാരണം റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ വരുന്നതിന് മുമ്പ് വരെ നിലവിലുണ്ടായിരുന്ന പ്ലം പുഡിംഗ് മോഡലാണ്. പ്ലം പുഡിംഗ് മോഡൽ അനുസരിച്ച് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കോറിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒരു കേക്കിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഒരു കേക്കിൻ്റെ മുകളിൽ പ്ലം ഉള്ളതുപോലെ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പ്ലം പുഡിംഗ് മോഡലിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലം പുഡിംഗ് മോഡലിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ആറ്റത്തിൻ്റെ മോസ്റ്റ് ഓഫ് ദ പാർട്ട് എന്ന് പറയുന്നത് എംപ്റ്റി ആണ്, വേക്കൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ സ്കാറ്റർ ചെയ്യപ്പെടാതെ അൺഡീവിയേറ്റഡ് ആയിട്ട് ഈ ആറ്റത്തിൽ കൂടി കടന്നു പോകും എന്നുള്ളത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടായിരുന്നു. പ്ലം പുഡിംഗ് മോഡൽ വെച്ച് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടായിരുന്നു ആദ്യത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ ഒബ്സർവേഷൻ അങ്ങനെയല്ല. കാരണം എന്താണ്? സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് വെർ ഡിഫ്ലക്റ്റഡ് ബാക്ക് ത്രൂ ലാർജ് ആംഗിൾ എന്ത് ചെയ്യപ്പെട്ടു? ഡിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടു. ഇത് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. മൂന്നാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, എ വെരി സ്മോൾ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് വെർ ഡിഫ്ലക്റ്റഡ് ബാക്ക്വേർഡ്സ്. എന്ന് വെച്ചാൽ 180 ഡിഗ്രി തിരിച്ച് ഡിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടു, വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ. ദിസ് വാസ് ഡെഫിനറ്റ്ലി നോട്ട് ആസ് എക്സ്പെക്റ്റഡ്. ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതെങ്ങനെയാണ്? എന്തുകൊണ്ടാണ്? നമുക്കറിയാം, സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ ന്യൂക്ലിയസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇൻസിഡൻറ്റ് ചെയ്ത ഹീലിയം ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. സോ അതുകൊണ്ടാണ് അത് 180 ഡിഗ്രി എന്ത് ചെയ്യപ്പെട്ടത്? തിരിച്ച് സ്കാറ്റർ ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇതിനെപ്പറ്റി റൂദർഫോർഡ് നടത്തിയ ഒരു റിമാർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് വാസ് ആസ് ഇൻക്രെഡിബിൾ as if you fired a 15-inch shell at a piece of tissue paper and it came back at you. Okay, so
ഇത് റൂദർഫോർഡിൻ്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 3 ഒബ്സർവേഷൻ ആയിരുന്നു. യൂസിങ് ദ എബവ് എക്സ്പെരിമെൻ്റൽ റിസൾട്ട് ഹി പ്രപ്പോസ്ഡ് ആൻ ആറ്റം മോഡൽ. ഈ എക്സ്പെരിമെൻ്റൽ റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് റൂദർഫോർഡ് ഒരു ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്യുന്നത്. In his model, the positively charged material is concentrated in a very small but massive region called the nucleus. അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഐഡിയ പ്രപ്പോസ് ചെയ്യപ്പെട്ടു. ഒരു വളരെ ചെറിയ റീജിയണിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇറ്റ്സ് എ മാസീവ് റീജിയൻ ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് ദ ന്യൂക്ലിയസ്. Now the negative particles, that is electrons, must be around the outside, preventing one atom from trespassing on its neighbor's space to complete this model. ഓക്കെ, അതായത് ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഒരു സർക്കുലർ ഓർബിറ്റിൽ കൂടി കറങ്ങുന്നു എന്നുള്ള ഒരു ഐഡിയ ആണ് റൂദർഫോർഡ് ഇലക്ട്രോണിനെ സംബന്ധിച്ച് പ്രപ്പോസ് ചെയ്യുന്നത്. In low energy physics, scattering phenomena provide the standard tool to explore solid state system. അപ്പോൾ ലോ എനർജി ഫിസിക്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ലോ എനർജി ഫിസിക്സിൽ സ്കാറ്ററിംഗ് ഫിനോമിന എന്തിനെ സഹായിക്കുന്നു? ഇറ്റ് പ്രൊവൈഡ് ദ സ്റ്റാൻഡേർഡ് ടൂൾ ടു എക്സ്പ്ലോർ സോളിഡ് സ്റ്റേറ്റ് സിസ്റ്റംസ്. സോളിഡ് സ്റ്റേറ്റ് സിസ്റ്റംസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ സ്കാറ്ററിംഗ് ഫിനോമിന നമ്മളെ സഹായിക്കുന്നുണ്ട് ഇൻ ലോ എനർജി ഫിസിക്സ്. സോ ആസ് എ ജനറൽ ടോപ്പിക് ഇറ്റ് ദെയർഫോർ റിമെയിൻസ് സെൻട്രൽ ടു എനി അഡ്വാൻസ്ഡ് കോഴ്സ് ഓൺ ക്വാണ്ടം മെക്കാനിക്സ്. അതുകൊണ്ട് തന്നെ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അഡ്വാൻസ്ഡ് കോഴ്സിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ്. സോ ഇൻ ആൻ ഐഡിയലൈസ്ഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, നമ്മളൊരു സാധാരണ ഒരു ഐഡിയലൈസ്ഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എ ഷാർപ്പ് ബീം ഓഫ് പാർട്ടിക്കിൾസ് എ, ഒരു എ എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് വിത്ത് സം ഡെഫിനിറ്റ് മൊമെൻറ്റം ആർ സ്കാറ്റേഡ് ഫ്രം എ ലോക്കലൈസ്ഡ് ടാർജറ്റ് ബി. അപ്പോൾ ബി എന്ന് പറയുന്ന ഒരു ടാർജറ്റിൽ എ എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഹിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു ബീം ഓഫ് പാർട്ടിക്കിൾസ് ആണ്, സിംഗിൾ പാർട്ടിക്കിൾ ആണെന്നല്ല. മേ ബി എ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇലക്ട്രോൺസ് ആവാം, അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് പ്രോട്ടോൺസ് ആവാം, ഹീലിയം ആറ്റം ആവാം, അങ്ങനെ. അപ്പോൾ എ എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് ബി എന്ന് പറയുന്ന ഒരു ടാർജറ്റിൻ്റെ മുകളിൽ ഹിറ്റ് ചെയ്യുന്നു. എ ഹാവ് എ ഡെഫിനിറ്റ് മൊമെൻറ്റം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സ്കാറ്ററിങ്ങിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. സോ ആസ് എ റിസൾട്ട് ഓഫ് ദ കൊളീഷൻ, ഈ കൊളീഷൻ വഴിയായിട്ട്, അതായത് എ ബിയിൽ വന്ന് കൊളൈഡ് ചെയ്യുന്നത് വഴിയായിട്ട് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എന്ന് പറയുന്നത് ഇതാണ്. എയും ബിയും കൂടെ കൊളൈഡ് ചെയ്തു, ദാറ്റ് ഈസ് എ പ്ലസ് ബി ഗിവ്സ്. ആദ്യത്തേത് ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആവാം. സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആവാം. ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാർട്ടിക്കിൾ നമ്പരും അതുപോലെ തന്നെ എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും. അതായത് ഇൻസിഡൻറ്റ് ചെയ്യുന്നതിന് മുമ്പും ഇൻസിഡൻറ്റ് ചെയ്തതിന് ശേഷം, അതായത് ബിഫോർ കൊളീഷൻ, ആഫ്റ്റർ കൊളീഷൻ, പാർട്ടിക്കിളിൻ്റെ നമ്പരും എനർജിയും കൺസേർവ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് കൊളീഷനാണ്. ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കില്ല, മറിച്ച് പാർട്ടിക്കിൾ നമ്പർ കൺസേർവ്ഡ് ആയിരിക്കും. അതാണ് അവിടെ എ പ്ലസ് ബി സ്റ്റാർ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഇസ് എനർജി നോട്ട് കൺസേർവ്ഡ്. സോ എ പ്ലസ് ബി പ്ലസ് സി എന്ന് അവിടെ ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്. സോ ഇറ്റ് മേ ടേൺ ടു എ പ്ലസ് ബി പ്ലസ് സി. സോ ദാറ്റ്സ് ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ്. അതേസമയം എയും ബിയും കൂടെ ഹിറ്റ് ചെയ്യപ്പെട്ടു, ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ അബ്സോർബ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക, അതായത് എ ബിയിൽ അബ്സോർബ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. സോ ഇറ്റ് ഗീവ് സം അതർ പാർട്ടിക്കിൾ സി, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് അബ്സോർപ്ഷൻ. ഇവിടെ എന്താണ്, പാർട്ടിക്കിൾ നമ്പർ കൺസേർവ്ഡ് അല്ല. അപ്പോൾ ബോത്ത് എനർജി പാർട്ടിക്കിൾ നമ്പർ കൺസേർവ്ഡ് ആണെങ്കിൽ അതിനെ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്നും, പാർട്ടിക്കിൾ നമ്പർ മാത്രമാണ് കൺസേർവ്ഡ്, അതായത് എനർജി കൺസേർവ്ഡ് അല്ല എങ്കിൽ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്നും, പാർട്ടിക്കിൾ നമ്പരും കൺസേർവ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അബ്സോർപ്ഷൻ എന്നും വിളിക്കുന്നു. സോ ഇൻ ഹൈ എനർജി ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സ്, നമ്മൾ ഹൈ എനർജി ഫിസിക്സിലും ന്യൂക്ലിയർ ഫിസിക്സിലും ഒക്കെ നമ്മൾ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് പ്രോസസ്സാണ്, ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ്. പക്ഷേ നമ്മുടെ ഇവിടെ ഈ കേസിൽ നമ്മുടെ ഡിസ്കഷൻ സിമ്പിൾ ആക്കുന്നതിന് വേണ്ടി വി വിൽ ഫോക്കസ് ഓൺ ഇലാസ്റ്റിക് പ്രോസസ്, ഇലാസ്റ്റിക് സ്കാറ്ററിംഗിലാണ് ഫോക്കസ് ചെയ്യുന്നത്, ഇൻ വിച്ച് ബോത്ത് എനർജി ആൻഡ് പാർട്ടിക്കിൾ നമ്പർ ആർ കൺസേർവ്ഡ്. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ പറ്റിയിട്ടാണ്, ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിനെ പറ്റിയിട്ടാണ്. സോ നമ്മൾ ആദ്യം സ്കാറ്ററിങ്ങിനെ പറ്റി നമ്മൾ ആദ്യം പറയുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ, അതേപോലെ തന്നെ ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് ഈസ് ദിസ് ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ആൻഡ് ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ? ഓക്കെ, സോ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പെസിഫിക്കേഷൻ ഓഫ് ദി ആംഗുലാർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് എനർജി സ്കാറ്റേർഡ് ബൈ എ പാർട്ടിക്കിൾ ഓർ എ സ്കാറ്ററിംഗ് മീഡിയം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള സ്കാറ്ററിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രധാനമായും നമ്മൾ രണ്ട് തരത്തിലുള്ള സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻസിനെ പറ്റിയിട്ടാണ് ആദ്യമേ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറഞ്ഞ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ? So the differential scattering cross section is a specification of the angular distribution of the electromagnetic energy
സ്കാറ്റേർഡ് ബൈ എ പാർട്ടിക്കിൾ ഓർ എ സ്കാറ്ററിംഗ് മീഡിയം. അതായത് ഒരു ഇൻസിഡൻറ്റ് ബീം ഓഫ് പാർട്ടിക്കിൾസ് ഒരു ടാർജറ്റിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഒരു ബീം ഓഫ് പാർട്ടിക്കിൾസ് ടാർജറ്റിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്ത സമയത്ത് ഈ ബീം ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യപ്പെടും? സ്കാറ്റർ ചെയ്യപ്പെടും. അങ്ങനെ സ്കാറ്റർ ചെയ്യപ്പെടുന്ന ഈ ബീം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പല ആംഗിളുകളിൽ സ്കാറ്റർ ചെയ്യപ്പെടാം. ഓക്കെ, അതായത് ഓരോ ആംഗിളിലും സ്കാറ്റർ ചെയ്യപ്പെടുന്ന ബീമിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആംഗുലാർ ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് ഓരോ ആംഗിളിലും ഇത് എത്ര ഇൻറ്റൻസിറ്റിയിൽ സ്കാറ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ ആംഗിൾ എടുക്കുമ്പോൾ സ്കാറ്റർ ചെയ്യപ്പെട്ട ബീമിൻ്റെ ഇൻറ്റൻസിറ്റി ആയിരിക്കില്ല മറ്റൊരു ആംഗിൾ എടുക്കുമ്പോൾ ഉണ്ടാവുക. സോ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതാണ് ആംഗുലാർ ഡിസ്ട്രിബ്യൂഷനാണ്. ഒരു ആംഗുലാർ ഡിസ്ട്രിബ്യൂഷൻ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ ഇൻസിഡൻറ്റ് ബീം സ്കാറ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ എക്സാക്ട് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദി ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയൻ്റ് എനർജി സ്കാറ്റേർഡ് ഇൻ എ ഗിവൺ ഡയറക്ഷൻ ടു ദി ഇൻസിഡൻറ്റ് ഇറേഡിയൻസ്. ഓക്കെ, അപ്പോൾ റേഷ്യോ ഓഫ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് എനർജി, ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയൻ്റ് എനർജി സ്കാറ്റേർഡ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്യപ്പെട്ട റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി ഇൻ എ ഗിവൺ ഡയറക്ഷൻ ടു ദി ഇൻസിഡൻറ്റ് റേഡിയൻസ്. അപ്പോൾ ഇൻസിഡൻറ്റ് ചെയ്യപ്പെട്ട ബീമിൻ്റെ എത്ര പാർട്ടാണ് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ സ്കാറ്റർ ചെയ്യപ്പെട്ടത് എന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ടേമാണ് ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ദാസ് ഇറ്റ് ഹാസ് ഡയമെൻഷൻസ് ഓഫ് ഏരിയ പെർ യൂണിറ്റ് സോളിഡ് ആംഗിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് സാധാരണ ആംഗിൾ അല്ല, മറിച്ച് ഒരു സോളിഡ് ആംഗിളാണ്. കാരണം ഒരു പർട്ടിക്കുലർ വോളിയത്തിലേക്ക് എത്രമാത്രം സ്കാറ്റർ ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് സോളിഡ് ആംഗിൾ ഉപയോഗിച്ചിട്ടാണ്. സോ ഡയമെൻഷൻസ് ഓഫ് ഏരിയ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ. അപ്പോൾ ഒരു പർട്ടിക്കുലർ പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ എന്നുള്ള ഡയമെൻഷനാണ് ഈ പറഞ്ഞ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ വരുന്നത്. സോ ദ സിംബൽ സിഗ്മ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനെയും ഡി സിഗ്മ ബൈ ഡി ഒമേഗ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനെയാണ്. അതിൽ ഡി ഒമേഗ എന്ന് പറയുന്നതാണ് നമ്മുടെ സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡി സിഗ്മ ബൈ ഡി ഒമേഗ ഈസ് റെപ്രസെൻറ്റഡ് ഫോർ ദ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ വൈൽ സിഗ്മ ഈസ് റെപ്രസെൻറ്റഡ് ഫോർ ദി ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. സോ ആദ്യം നമ്മൾ എന്താണ് ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. Both classical and quantum mechanical scattering phenomena are characterized by the differential scattering cross section. അപ്പോൾ ക്ലാസിക്കൽ സ്കാറ്ററിംഗ് എടുത്താലും ക്വാണ്ടം മെക്കാനിക്കൽ സ്കാറ്ററിംഗ് എടുത്താലും ഈ പറഞ്ഞ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ഉണ്ട്. In order to understand what differential scattering cross section is, let us consider a scattering experiment illustrated in the following figure. നമ്മളൊരു സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. So after scattering, the particles that do not interact with the target continue their motion. ടാർജറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാത്ത പാർട്ടിക്കിൾ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് അതിൻ്റെ മോഷൻ കണ്ടിന്യൂ ചെയ്യുന്നു ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ. ബട്ട് ദോസ് ദാറ്റ് ഇൻട്രാക്ട് വിത്ത് ദ ടാർജറ്റ് ഗെറ്റ് സ്കാറ്റേർഡ് അറ്റ് സം ആംഗിൾ. അതായത് ഇങ്ങനെ ഒരു ഫിഗർ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ ഫിഗർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഇതാണ് ഇൻസിഡൻറ്റ് ബീം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഇത് നമ്മുടെ ടാർജറ്റാണ്. ടാർജറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇവിടെ റേഞ്ച് ഓഫ് പൊട്ടൻഷ്യലാണ്. എന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഈ പാർട്ടിക്കിൾ കയറി കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യപ്പെടും? സ്കാറ്റർ ചെയ്യപ്പെടും. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ റേഞ്ചാണ് ഈ സർക്കിൾ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻസിഡൻറ്റ് ബീമിൽ ഒരു പാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അൺസ്കാറ്റേർഡ് പാർട്ടിക്കിൾസ്, അതായത് ഇത് അൺഡീവിയേറ്റഡ് ആയിട്ട് നേരെ കടന്നു പോകുന്നു. കുറേ പാർട്ടിക്കിൾസ് അൺസ്കാറ്റേർഡ് ആണ്, പക്ഷേ കുറേ ബീം ഓഫ് പാർട്ടിക്കിൾസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്കാറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സ്കാറ്റർ ചെയ്യപ്പെടുന്ന ബീം ഓഫ് പാർട്ടിക്കിൾസ് ഇവിടുത്തെ സോളിഡ് ആംഗിൾ ഇത് തീറ്റ ആംഗിളിലാണ് സ്കാറ്റർ ചെയ്യപ്പെടുന്നത്. അതായത് ഇവിടെ നിന്ന് ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡി ഒമേഗ എന്ന് പറയുന്ന ഒരു സോളിഡ് ആംഗിൾ എടുക്കുന്നു, ഡി ഒമേഗ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഡി ഒമേഗ എന്ന് പറയുന്ന സോളിഡ് ആംഗിൾ എടുക്കുമ്പോൾ നമുക്ക് അവിടെ രണ്ട് ആംഗിൾ വരുന്നുണ്ട്, തീറ്റയും വരുന്നുണ്ട്, ഫൈയും വരുന്നുണ്ട്. അതായത് രണ്ട് ഡയറക്ഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തീറ്റ ആംഗിളും അതുപോലെ തന്നെ ഫൈ ആംഗിളിലും ഉള്ള ഈ ഡി ഒമേഗ എന്ന് പറയുന്ന ഒരു സോളിഡ് ആംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതായത് ഇൻ അലോങ് ദ ഡയറക്ഷൻ തീറ്റ ആൻഡ് ഫൈ. സോ ഈ പറഞ്ഞ ഡി ഒമേഗ എന്ന് പറയുന്ന ഈ സോളിഡ് ആംഗിളിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്ന ബീമിനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ നോക്കി, ഇവിടെ നിങ്ങൾക്ക് ഒരു സർക്കുലർ റീജിയൻ ഉണ്ട്, ഒരു കോൺ പോലെയാണ് കാണുന്നത്. ഇതിൻ്റെ ഈ ഒരു സർക്കുലർ ഫേസ് ഉണ്ട്. ഈ സർക്കുലർ ഫേസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ദിസ് ആർ സ്ക്വയർ ഇൻറ്റു ഡി ഒമേഗ ആയിരിക്കും. ആർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് ആണ് ആർ. ഡി ഒമേഗ എന്ന് പറയുന്ന സോളിഡ് ആംഗിളാണ്. സോ ആർ സ്ക്വയർ ഡി ഒമേഗയാണ് ഡി എ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡി എ എന്ന് പറയുന്ന ഏരിയയിൽ കൂടി പുറത്തേക്ക് വരുന്ന നമ്പർ ഓഫ് സ്കാറ്റേർഡ് പാർട്ടിക്കിൾസ് എന്നുള്ള അർത്ഥമാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ
ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ദ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഡി സിഗ്മ ബൈ ഡി ഒമേഗ ഈസ് ഈക്വൽ ടു 1/j ഇൻസിഡൻറ്റ് ഇൻറ്റു dn/d⍵ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ആദ്യമേ പറയുന്നത് ഈ dn/d⍵ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനെ നമുക്കിങ്ങനെ എഴുതാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ടേം dn/d⍵. ഓക്കെ, dn/d⍵ എന്ന് പറയുന്നത് ഈസ് പ്രപ്പോർഷണൽ ടു നമ്മൾ ജെ ഇൻസിഡൻറ്റ്, അതായത് ഇൻസിഡൻറ്റ് ബീമിൻ്റെ ഫ്ലക്സ് ആണ് ജെ ഇൻസിഡൻറ്റ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ dn/d⍵ എന്ന് പറയുന്നത് ഈസ് പ്രപ്പോർഷണൽ ടു ജെ ഇൻസിഡൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ dn എന്ന് പറയുന്നത് എന്താണ്? dn എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് is the number of particles scattered in area dA per unit time. ഓക്കെ, അപ്പോൾ dn എന്ന് പറയുന്നത് എന്താണ്? dn, ഓക്കെ, നമുക്കിത് ഓരോ ടേമും എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ dn എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതാണ് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് ഇൻ ഏരിയ dA. നമ്മൾ ആ dA എന്ന് പറയുന്ന ഏരിയ കണ്ടിരുന്നു. ആ dA എന്ന് പറയുന്ന ഏരിയയിലേക്ക് സ്കാറ്റർ ചെയ്യപ്പെട്ട നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് ടൈം. ഓക്കെ, അപ്പോൾ dA എന്ന് പറയുന്ന ഏരിയയിൽ കൂടി പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ dn എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ dn/d⍵ എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് അറ്റ് എ സോളിഡ് ആംഗിൾ d⍵ പെർ യൂണിറ്റ് ടൈം. ഓക്കെ, അപ്പോൾ dn/d⍵ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് അറ്റ് എ സോളിഡ് ആംഗിൾ d⍵ പെർ യൂണിറ്റ് ടൈമാണ്. അപ്പോൾ ഒരു d⍵ എന്ന് പറയുന്ന സോളിഡ് ആംഗിളിൽ കൂടി പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് ടൈം, ദാറ്റ് ഈസ് dn/d⍵. ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദി ജെ ഇൻസിഡൻറ്റ്. ജെ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്ലക്സ് ഓഫ് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് ആണ്. ഫ്ലക്സ് ഓഫ് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈമാണ്. ഓക്കെ, നമ്പർ ഓഫ് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം, അതാണ് ജെ ഇൻസിഡൻറ്റ്. അപ്പോൾ സ്കാറ്റർ d⍵ എന്ന് പറയുന്ന ആംഗിളിൽ കൂടി സ്കാറ്റർ ചെയ്യപ്പെടുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദി ഇൻസിഡൻറ്റ് നമ്പർ ഓഫ് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈമാണ്. ആ അർത്ഥത്തിലാണ് നമ്മൾ dn/d⍵ ഈസ് പ്രപ്പോർഷണൽ ടു ജെ ഇൻസിഡൻറ്റ് എന്ന് നമ്മൾ എഴുതുന്നത്. അങ്ങനെ dn/d⍵ ഈസ് പ്രപ്പോർഷണൽ ടു ജെ ഇൻസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രപ്പോർഷണാലിറ്റി സൈനെ മാറ്റി ഇതിനെ നമുക്കൊരു കോൺസ്റ്റന്റ് വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ dn/d⍵ എന്ന് പറയുന്നത് dn/d⍵ ഈക്വൽ ടു നമുക്ക് ഒരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് d⍵/d⍵ എന്ന് പറയുന്ന ഒരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എടുക്കുന്നു. ദാറ്റ് ഈസ് d⍵/d⍵ ഇൻറ്റു ജെ ഇൻസിഡൻറ്റ് എന്ന് വരും. ഓക്കെ, ഇൻറ്റു ദിസ് ജെ ഇൻസിഡൻറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് d⍵/d⍵ എന്ന് പറയുന്നത് d⍵/d⍵ ഈസ് ഈക്വൽ ടു 1/j ഇൻസിഡൻറ്റ് ഇൻറ്റു dn/d⍵ എന്ന് എടുക്കാം. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ d⍵/d⍵ ഈസ് ഈക്വൽ ടു 1/j ഇൻസിഡൻറ്റ് ഇൻറ്റു dn/d⍵. ഇതിൽ ഈ പറഞ്ഞ d⍵/d⍵ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ പറഞ്ഞു ജെ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻസിഡൻറ്റ് ഫ്ലക്സ് or the incident current density and is equal to the number of incident particles per unit area per unit time. ഇനി n of theta phi, n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് ഇൻറ്റു ആൻ എലമെന്റ് ഓഫ് സോളിഡ് ആംഗിൾ d⍵ സ്കാറ്റർ ചെയ്യപ്പെടുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. സോ ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ജെ ഇൻസിഡൻറ്റ് ഇൻ ദ ഡിനോമിനേറ്റർ, അതായത് ഇവിടുത്തെ ഡിനോമിനേറ്ററിലെ ജെ ഇൻസിഡൻറ്റ്, ദ ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ ഹാസ് ദ ഡയമെൻഷൻ ഓഫ് ഏരിയ. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ d⍵/d⍵ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആയിരിക്കും? അത് ഏരിയയുടെ യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ യൂണിറ്റ് ഫോർ ഏരിയ. കാരണം നമുക്ക്
ജെ ഇൻസിഡൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ജെ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം അല്ലേ? അപ്പോൾ 1 ഏരിയ ഇൻറ്റു ടൈം എന്നുള്ളതാണ് ജെ ഇൻസിഡൻറ്റിൻ്റെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 ജെ ഇൻസിഡൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ടൈം എന്നുള്ളതായിരിക്കും. 1 ജെ ഇൻസിഡൻറ്റിൻ്റെ യൂണിറ്റ് ഏരിയ ഇൻറ്റു ടൈം ആയിരിക്കും. ഈ പറഞ്ഞ dn/d⍵ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് 1 ടൈം ഇൻറ്റു സോളിഡ് ആംഗിൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ d∑/d⍵ യൂണിറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം സം ഏരിയ ബൈ സോളിഡ് ആംഗിൾ എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇവിടെ n ഓഫ് തീറ്റ ഫൈ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾ സ്കാറ്റേഡ് ഇൻറ്റു ആൻ എലമെൻറ്റ് ഓഫ് സോളിഡ് ആംഗിൾ d⍵ ആണല്ലോ. അപ്പോൾ ഇവിടെ dn/d⍵ എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ 1 ജെ ഇൻസിഡൻറ്റ് ഇൻറ്റു dn/d⍵, ഈ ടേം ആണ് ഈ d∑/d⍵ എന്ന് പറയുന്നത്. അപ്പം ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഏരിയയുടെ ഡയമെൻഷൻ ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ d∑/d⍵ ആണ് ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1 ജെ ഇൻസിഡൻറ്റ് ഇൻറ്റു dn/d⍵ ആണ്. വേർ ജെ ഇൻസിഡൻറ്റ് ഇസ് ദി ഇൻസിഡൻറ്റ് ഫ്ലക്സ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ആണ്. dn/d⍵ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സ്കാറ്റേഡ് അറ്റ് എ സോളിഡ് ആംഗിൾ d⍵ പെർ യൂണിറ്റ് ടൈം ആണ്. ഓക്കെ, സോ ഇനി അടുത്ത് നമ്മൾ ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ആണ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ഫോർ എ കൊളീഷൻ പ്രോസസ് കറസ്പോണ്ട്സ് ടു എ പ്രോബബിലിറ്റി ദാറ്റ് ദ കൊളീഷൻ ഹാപ്പൻസ്. അപ്പോൾ ഒരു കൊളീഷൻ നടക്കാനുള്ള പ്രോബബിലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടൈമാണ് ടോട്ടൽ ക്രോസ് സെക്ഷൻ, ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ബട്ട് ദെൻ വി ഡോണ്ട് നോ ഇൻ വിച്ച് ഡയറക്ഷൻ ദ റിസൾട്ടിംഗ് പാർട്ടിക്കിൾസ് ഫ്ലൈ ആൻഡ് വിത്ത് വിച്ച് എനർജി. അതായത് ഏത് ഡയറക്ഷനിൽ ഏത് എനർജിയിലാണ് ഈ പറഞ്ഞ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. സോ ദ ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ ഗിവ്സ് അസ് ദിസ് ഇൻഫർമേഷൻ. നമുക്ക് ഈ ആംഗിളിനെ പറ്റി അല്ലെങ്കിൽ ഏത് ആംഗിളിൽ മൂവ് ചെയ്യുന്ന ബീമിന് ഏത് എനർജിയാണുള്ളതെന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടേം എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനാണ്. അതുകൊണ്ട് നമ്മളിവിടെ ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈ പറഞ്ഞ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ്റെ ടേംസിലാണ്. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ഇൻ്റഗ്രേറ്റിംഗ് ദ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ഓവർ ഓൾ സോളിഡ് ആംഗിൾ. അതായത് ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓഫ് ദിസ് d∑/d⍵. d∑/d⍵ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. അതിനെ ഓൾ പോസിബിൾ സോളിഡ് ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് d⍵ എന്ന് പറയുന്നത് നമുക്ക് തീറ്റയും ഫൈയും വരുന്നുണ്ട് ആംഗിൾ. സോ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ എന്ന് എടുത്തു കഴിഞ്ഞാൽ തീറ്റ വേരീസ് ഫ്രം 0 to 2π ആൻഡ് ഫൈ വേരീസ് ഫ്രം 0 to 2π. സോ ഇൻ്റഗ്രൽ 0 to π സൈൻ തീറ്റ ഡി തീറ്റ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π d∑/d⍵ ഇൻറ്റു ഡി ഫൈ ആണെന്ന് പറയാം. സോ ഇതാണ് നമ്മുടെ ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ ടേംസ് ഓഫ് ദ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ വി ഡിഫൈൻ ദ ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. ഇനി മോസ്റ്റ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്സ് ആർ ക്യാരിഡ് ഔട്ട് ഇൻ ദ ലബോറട്ടറി. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് 2 ഫ്രെയിം ഓഫ് റെഫറൻസുകൾ പറയാറുണ്ട്. ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസും അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസും. അപ്പോൾ നമ്മുടെ ഈ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ്? വി ആർ കണ്ടക്ടിങ് ഇറ്റ് ഇൻ ദി ലബോറട്ടറി ഫ്രെയിം. ഇൻ വിച്ച് ലബോറട്ടറി ഫ്രെയിമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതാണ് ഇൻ വിച്ച് ദ ടാർജറ്റ് ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. ടാർജറ്റ് റെസ്റ്റിലായിരിക്കും. അതേസമയം പ്രൊജക്ടൈൽസ് മൂവിങ് ആയിരിക്കും. അതായത് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും, എന്നിട്ട് ഒരു റെസ്റ്റിലിരിക്കുന്ന ടാർജറ്റിൽ ഹിറ്റ് ചെയ്യും, എന്നിട്ട് സ്കാറ്റർ ചെയ്യപ്പെടും. ഇതാണ് ഒരു ലാബ് ഫ്രെയിമിലെ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി കാൽക്കുലേഷൻസ് ഓഫ് ദ ക്രോസ് സെക്ഷൻ ആർ ഈസിയർ ടു പെർഫോം വിത്തിൻ ദ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഇൻ വിച്ച് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം ഈസ് അറ്റ് റെസ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ. അതായത് ലബോറട്ടറി ഫ്രെയിമിൽ ഇങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഇതിൻ്റെ അതായത് എക്സ്പെരിമെൻ്റ് നടക്കുന്നത് ലബോറട്ടറി ഫ്രെയിമിലാണെങ്കിൽ പോലും കാൽക്കുലേഷൻസ് നമ്മൾ നടത്തുന്നത് എപ്പോഴും ഏത് ഫ്രെയിമിലായിരിക്കും? അത് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലായിരിക്കും നമ്മൾ കാൽക്കുലേഷൻസ് നടത്തുക. ഓക്കെ, അതായത് എന്തുകൊണ്ടാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലേക്ക് കാൽക്കുലേഷൻസ് എടുക്കുന്നത്? കാരണം അത് കുറച്ചുകൂടി സിമ്പിളാണ്. ബിക്കോസ് ഇൻ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് അറ്റ് റെസ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ. കൊളീഷന് മുമ്പും കൊളീഷന് ശേഷവും സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലാണ്. അതേസമയം ലബോറട്ടറി ഫ്രെയിമിൽ സെൻറ്റർ ഓഫ് മാസ് മൂവിങ് ആണ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലാക്കി വെച്ചുകൊണ്ട് കാൽക്കുലേഷൻസ് ചെയ്യുന്നതാണ് നമുക്ക് കുറേ കൂടി സിമ്പിൾ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പെരിമെൻ്റ് ലബോറട്ടറി ഫ്രെയിമിലാണെങ്കിലും നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻസ് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് ചെയ്യും. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ദ ടോട്ടൽ ക്രോസ് സെക്ഷൻ, പക്ഷേ നമ്മൾ ലബോറട്ടറി ഫ്രെയിമിൽ ചെയ്താലും സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ ചെയ്താലും ടോട്ടൽ ക്രോസ് സെക്ഷൻ എപ്പോഴും സെയിം ആയിരിക്കും. കാരണം
ടോട്ടൽ ക്രോസ് സെക്ഷൻ സെയിം ആവാൻ കാരണം സിൻസ് ദ ടോട്ടൽ നമ്പർ ഓഫ് കൊളീഷൻസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഫ്രെയിം ഇൻ വിച്ച് ദ ഒബ്സർവേഷൻ ഇസ് ക്യാരിഡ് ഔട്ട്. സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നിന്ന് ഒബ്സർവ് ചെയ്താലും ഈ പറഞ്ഞ ലബോറട്ടറി ഫ്രെയിമിൽ നിന്ന് ഒബ്സർവ് ചെയ്താലും ടോട്ടൽ നമ്പർ ഓഫ് കൊളീഷൻ എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈവൻ ഇൻ ലബോറട്ടറി ഫ്രെയിം ആൻഡ് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ദ ടോട്ടൽ ക്രോസ് സെക്ഷൻ വിൽ ബി ദ സെയിം. പക്ഷേ ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ രണ്ട് ഫ്രെയിമിലും ഡിഫറൻ്റ് ആണ്. കാരണം ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻ്റ് ഓൺ ആംഗിൾ ആണ്, ആംഗിൾ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, പക്ഷേ ഈ ആംഗിളുകൾ എന്ന് പറയുന്നത് സ്കാറ്ററിംഗ് ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും ഫ്രെയിം ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലബോറട്ടറി ഫ്രെയിമിലും സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലുള്ള ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ സെയിം ആയിരിക്കും ഉണ്ടാവുക. സോ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഒരു സാധാരണ ക്ലാസിക്കൽ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ് ഇൻ ലബോറട്ടറി ഫ്രെയിമും സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമും. ഇത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഒന്നുകൂടി അതൊന്ന് റിവൈസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഒരു ലബോറട്ടറി ഫ്രെയിമിലും സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലും നടക്കുന്ന ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിനെ പറ്റിയിട്ടാണ്. So let us consider the scattering of two non-relativistic particles of mass m1 and m2. രണ്ട് നോൺ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾസ് ആണ് m1 m2. അതിൻ്റെ സ്കാറ്ററിങ് നമ്മൾ കൺസിഡർ ചെയ്യുക. വേറെ m1 റെപ്രസെൻറ്റ്സ് ദ മാസ് ഓഫ് ദ പ്രൊജക്ടൈൽ പാർട്ടിക്കിൾ. m1 ആണ് ഹിറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ പ്രൊജക്ടൈൽ. m2 എന്ന് പറയുന്ന ടാർജറ്റ് ആണ്. അവ വിച്ച് ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. അപ്പോൾ m2 റെസ്റ്റിലാണ്. m2 റെസ്റ്റിലാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രെയിം ഏതായിരിക്കും? ലബോറട്ടറി ഫ്രെയിമാണ് നമ്മൾ പറയുന്നത്. അതായത് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കിയറിയാം m1 എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൊജക്ടൈൽ. m2 എന്ന് പറയുന്ന ടാർജറ്റ് ആണ്. പക്ഷേ m2 എങ്ങനെയാണ്? റെസ്റ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ലബോറട്ടറി ഫ്രെയിമാണ്. ഈ m1ഉം m2ൻ്റെയും കൂടി സെൻറ്റർ ഓഫ് മാസ് ആണ് cm എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ m1ൻ്റെ പൊസിഷൻ വെക്ടർ r1l എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ലബോറട്ടറി ഫ്രെയിം എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പം m1ൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് r1l ആണ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ. m2ൻ്റെ പൊസിഷൻ വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ എന്ന് പറയുന്നത് r2l ആണ്. ഓക്കെ, സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. ഇത് ലബോറട്ടറി ഫ്രെയിമാണ്. ഇനി സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓക്കെ ഈ പറഞ്ഞ വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ ഓഫ് മാസിനെ വെച്ച് പറഞ്ഞാൽ m1ൻ്റെ പൊസിഷൻ വെക്ടർ വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ ഓഫ് മാസ് ഈസ് r1c. അതുപോലെ m2ൻ്റെ പൊസിഷൻ വെക്ടർ വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് r2c ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു വെക്ടർ അഡീഷൻ, ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട് ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ r1l വെക്ടർ r1l എന്ന് പറയുന്നത് ദിസ് വെക്ടർ r പ്ലസ് വെക്ടർ r1c ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫ്രം ദി എബവ് ഫിഗർ നമ്മൾ r1l, ഇതാണ് r1l, ഈ വെക്ടർ r1l എന്ന് പറയുന്നത് ക്യാപിറ്റൽ R പ്ലസ് r1c വെക്ടറാണ് നമുക്ക് എഴുതാം. നൗ where r1l is the position vector of m1 with respect to origin in laboratory frame. ലബോറട്ടറി ഫ്രെയിമിലുള്ള m1ൻ്റെ പൊസിഷൻ വെക്ടർ ആണ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ. നൗ r1c എന്താണ്? r1c എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് m1 വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ ഓഫ് മാസ് ഇൻ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം. ഇത് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമാണ്. സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൻ്റെ പ്രത്യേകത എന്താണ്? സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലാണ്. ഓക്കെ, നൗ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആണ്. വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടറാണ് R. അപ്പോൾ നമുക്കിവിടെ r1l ഈക്വൽ ടു ക്യാപിറ്റൽ R പ്ലസ് r1c ആണെന്ന് എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷൻ, അതായത് ഇക്വേഷൻ നമ്പർ 3 ഉണ്ടല്ലോ, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ dr1l/dt ഈക്വൽ ടു dr/dt പ്ലസ് dr1c/dt എന്ന് കിട്ടും. dr1l/dt എന്ന് പറയുന്നത് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് വെലോസിറ്റിയാണ് കിട്ടുക, v1l. അതായത് ലബോറട്ടറി ഫ്രെയിമിലുള്ള m1ൻ്റെ വെലോസിറ്റിയാണ് v1l. dr/dt എന്ന് പറയുന്നത് vcm, അതായത് സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയാണ്. dr1c/dt എന്ന് പറയുന്നത് m1 മാസിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലുള്ള വെലോസിറ്റി, ദാറ്റ് ഈസ് v1c എന്ന് കിട്ടും. വി ആർ റെപ്രസെൻറ്റിംഗ് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, അപ്പോൾ നമുക്ക് v1l എന്താണ്, v1c എന്താണ്, vcm എന്താണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Now equation 4 gives the relation between velocities of m1 with lab frame and center of mass frame before collision. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 4ൽ നിന്ന് എന്താ കിട്ടുന്നത്? ഇറ്റ് ഗീവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ m1ൻ്റെ വെലോസിറ്റി ലാബ് ഫ്രെയിമിലും അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലുമുള്ള m1ൻ്റെ വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ദ വെലോസിറ്റി ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ആണ് നമുക്ക് ഇക്വേഷൻ 4ൽ നിന്ന് കിട്ടുന്നത്. ഫോളോയിങ് ഫിഗർ ഇല്ലുസ്ട്രേറ്റ് സ്കാറ്ററിംഗ് ഇൻ ദ ലാബ് ആൻഡ് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം സൈഡ് ബൈ സൈഡ്. ഇപ്പോൾ ലാബ് ഫ്രെയിമിലും സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലും ഇതിന് എങ്ങനെയാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് ഈ താഴത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യത്തേത് ലബോറട്ടറി ഫ്രെയിമാണ്. ലബോറട്ടറി ഫ്രെയിമിലെ സംഭവം ഇതാണ്. ഇവിടെ m2 സെക്കൻഡ് പാർട്ടിക്കിൾ റെസ്റ്റിലാണ്, m2 റെസ്റ്റിലാണ്. m1 ഇതിനെ വന്ന് ഹിറ്റ് ചെയ്യുന്നു. m1 മൂവ് ചെയ്യുന്ന വെലോസിറ്റി v1l ആണ്. ഇവിടെ m2 റെസ്റ്റിലാണ്, കാരണം ഇവിടെ v2l ഈക്വൽ ടു 0 ആണെന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് ബിഫോർ കൊളീഷനാണ്. ഇനി കൊളീഷൻ നടന്നതിന് ശേഷം ഈ m1 മാസ്
θ1 ആംഗിളിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നു. m2 മാസ് θ2 ആംഗിളിൽ താഴോട്ടേക്ക് സ്കാറ്റർ ചെയ്യപ്പെടുന്നു. m1ൻ്റെ വെലോസിറ്റി v1l പ്രൈം ആണ്. പ്രൈം റെപ്രസെൻ്റ് ചെയ്യുന്ന ആഫ്റ്റർ സ്കാറ്ററിങ് പ്രൈം എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുപോലെ m2ൻ്റെ വെലോസിറ്റി ആഫ്റ്റർ സ്കാറ്ററിങ് എന്ന് പറയുന്നത് v2l പ്രൈം ആണ്. l റെപ്രസെൻ്റ് ചെയ്യുന്നത് ലബോറട്ടറി ഫ്രെയിം ആണെന്നുള്ളതാണ്. പ്രൈം റെപ്രസെൻ്റ് ചെയ്യുന്നത് ആഫ്റ്റർ കൊളീഷൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലബോറട്ടറി ഫ്രെയിമിലുള്ള എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ലബോറട്ടറി ഫ്രെയിമിൽ സെക്കൻഡ് പാർട്ടിക്കിൾ m2 ആണ് റെസ്റ്റിലുള്ളത്. അതേസമയം നമ്മൾ ഇതിനെ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ അവിടെ എന്താണ്, സെൻറ്റർ ഓഫ് മാസ് ആണ് റെസ്റ്റിലുള്ളത്. അപ്പോൾ ഈ m1 എന്ന് പറയുന്ന മാസ് m2 എന്ന് പറയുന്ന മാസ് സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലായിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ m1 റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ m2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് m1ൻ്റെ വെലോസിറ്റി v1c, m2ൻ്റെ വെലോസിറ്റി v2c, c റെപ്രസെൻ്റ് ചെയ്യുന്ന സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം. ഇതാണ് ബിഫോർ കൊളീഷൻ. കൊളീഷൻ നടന്നതിന് ശേഷം എന്ത് പറ്റും, ഇത് രണ്ടും എന്താണ് 180 ഡിഗ്രിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്യപ്പെടും. അതായത് m1ൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് v1c പ്രൈം എന്നും m2ൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v2c പ്രൈം എന്നും വരും. ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ വെച്ച് പറഞ്ഞാൽ ഈ m1 സ്കാറ്റർ ചെയ്യപ്പെടുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. അതുപോലെ ഈ m2 സ്കാറ്റർ ചെയ്യപ്പെടുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് പൈ മൈനസ് തീറ്റയാണ്. എന്ന് വെച്ചാൽ ഈ ടോട്ടൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് പൈ ആയിരിക്കും, എന്ന് വെച്ചാൽ 180 ഡിഗ്രി ആയിരിക്കും എന്നുള്ള അർത്ഥം. അപ്പോൾ നമ്മൾ ഒരേ എക്സ്പെരിമെൻറ്റ് തന്നെ ലബോറട്ടറി ഫ്രെയിമിലും അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലും പറയുന്നു. എക്സ്പെരിമെൻറ്റ് നടക്കുന്നത് ലബോറട്ടറി ഫ്രെയിമിലാണ്. തിയററ്റിക്കലായിട്ട് നമ്മൾ കാൽക്കുലേഷൻ നടത്തുന്നത് സിംപ്ലിസിറ്റിക്ക് വേണ്ടി സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലാണ്. അങ്ങനെ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നമ്മൾ കാൽക്കുലേഷൻ നടത്തിയതിന് ശേഷം അതിനെ നമ്മൾ തിരിച്ച് ലബോറട്ടറി ഫ്രെയിമിൽ എക്സ്പെരിമെൻ്റൽ വഴി കിട്ടിയ അതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് രണ്ടും സെയിം ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, നോ സോ ദ ഫിഗർ എ, ആദ്യത്തെ ഫിഗർ ഇല്ലുസ്ട്രേറ്റ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് ഇൻ ലബോറട്ടറി ഫ്രെയിം ആണ്. It is clear that m2 is at rest, m1 is approaching m2 with a velocity v1l. ലബോറട്ടറി ഫ്രെയിമിൽ m2 റെസ്റ്റിലാണ്, m1 m2നെ അപ്രോച്ച് ചെയ്യുന്നു വിത്ത് വെലോസിറ്റി v1l. ആഫ്റ്റർ കൊളീഷൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കൊളീഷൻ നടന്നതിന് ശേഷം both m1 and m2 move in different direction with velocity v1l prime and v2l prime, making an angle θ1 θ2 respectively. To keep the center of mass moves in horizontal direction with a velocity vcm. അതായത് ഇവിടെ എന്താണ്, ഈ കൊളീഷൻ നടന്നതിന് ശേഷം m1 θ1 വെലോസിറ്റിയിൽ m2 θ2 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. സെൻറ്റർ ഓഫ് മാസ് എങ്ങനെ ചെയ്യും, സെൻറ്റർ ഓഫ് മാസ് ഹൊറിസോണ്ടൽ ഡയറക്ഷനാണ് മൂവ് ചെയ്യുക വിത്ത് വെലോസിറ്റി vcm. അപ്പോൾ ഇവിടെ സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നുണ്ട്, സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് vcm ആയിരിക്കും. നോ ഫിഗർ ബി ഗീവ്സ് ദ സെയിം എക്സ്പെരിമെൻറ്റിന് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ എങ്ങനെയാണ് പറയുന്നത്. സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നമുക്കറിയാം സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലാണ്, അതിനെയാണ് നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുക. So hence before collision m1 and m2 are approaching towards each other. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിനെ അപ്രോച്ച് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രോച്ച് ചെയ്യുന്നു. towards each other with velocity v1c v2c respectively. After collision m1 and m2 move with a different velocity v1c prime and v2c prime, making an angle theta and pi minus theta respectively with the horizontal. This is to keep the center of mass rest even after the collision. അതായത് മൊമെൻറ്റം കൺസർവേഷൻ ആണ്, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം അനുസരിച്ച് ബിഫോർ കൊളീഷൻ സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലാണ്, ആഫ്റ്റർ കൊളീഷൻ സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും എന്ത് ചെയ്തേ പറ്റൂ, ഒന്ന് തീറ്റയിൽ പോയാൽ മറ്റേത് പൈ മൈനസ് തീറ്റയിൽ പോകണം. സോ ദാറ്റ് ദ ടോട്ടൽ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു പാർട്ടിക്കിൾസ് വിൽ ബി പൈ. സോ യൂസിങ് ഇക്വേഷൻ 4 and referring to figures A and B, we have the velocity of m1 ആഫ്റ്റർ കൊളീഷൻ ഇൻ ലാബ് ഫ്രെയിമിലുള്ള m1ൻ്റെ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഏതാണ് ഇത്, m1ൻ്റെ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഇൻ ലാബ് ഫ്രെയിം എന്ന് പറയുന്നത് v1l പ്രൈമാണ്. ഈ v1l പ്രൈമിനെ എങ്ങനെ എഴുതാം, നമ്മളിവിടെ ഇക്വേഷൻ 4ൽ v1l എന്ന് പറയുന്നത് അതെന്ന് വെച്ചാൽ എന്താ, v1l എന്ന് പറയുന്നത് m1ൻ്റെ വെലോസിറ്റി ഇൻ ലാബ് ഫ്രെയിം ബിഫോർ കൊളീഷനാണ്. ബിഫോർ കൊളീഷൻ v1l ഈക്വൽ ടു vcm പ്ലസ് v1cr. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ കൊളീഷൻ വെലോസിറ്റി v1l പ്രൈം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, അതാ v1l പ്രൈം ഈസ് ഈക്വൽ ടു vcm പ്ലസ് v1c പ്രൈം എന്ന് എഴുതാം. കാരണം v1l പ്രൈം എന്ന് പറഞ്ഞാൽ ലാബ് ഫ്രെയിമിലുള്ള m1ൻ്റെ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷനാണ്. v1c പ്രൈം എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലുള്ള m1ൻ്റെ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷനാണ്. vcm എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ഇൻ ലബോറട്ടറി ഫ്രെയിമാണ്. അപ്പോൾ v1l പ്രൈം ഈക്വൽ ടു vcm പ്ലസ് v1c പ്രൈം ആണെന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ എക്സ് ആൻഡ് വൈ കമ്പോണൻറ്റ് ഓഫ് ഇക്വേഷൻ 5ൻ്റെ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും എടുക്കുന്നു. അപ്പോൾ നമുക്ക് v1l പ്രൈം കോസ് θ1 ഈക്വൽ ടു vcm പ്ലസ് v1c പ്രൈം കോസ് തീറ്റ എന്നെടുക്കാം. ഓക്കെ, അതായത് v1l പ്രൈം കോസ് θ1 നിങ്ങളിവിടെ നോക്കിയാൽ ഈ ഫിഗർ നോക്കുക, ഇത് നോക്കിയേ v1l പ്രൈം ഉണ്ടല്ലോ, ഈ ആംഗിൾ θ1 ആണ്.
അപ്പോൾ ഈ V1L പ്രൈമിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് V1L പ്രൈം കോസ് തീറ്റ 1 ആയിരിക്കും. ഇനി അതേസമയം നമുക്ക് V1C പ്രൈമിൻ്റെ ഇവിടെ ഇതെടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് V1C പ്രൈം കോസ് തീറ്റയാണ്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്താണ്? സെൻറ്റർ ഓഫ് മാസ് ഹൊറിസോണ്ടലായിട്ട് മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ VCM എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് VCM കോസ് തീറ്റ തന്നെയാണ്. അതിൻ്റെ സൈൻ തീറ്റ കമ്പോണൻറ്റ് 0 ആയിരിക്കും. അതേസമയം നമ്മൾ സൈൻ തീറ്റ കമ്പോണൻറ്റ് എടുക്കുമ്പോൾ ഇതിനെ എങ്ങനെ എഴുതും? V1L പ്രൈം ഇൻറ്റു ഇതിൻ്റെ സൈൻ തീറ്റ കമ്പോണൻറ്റ്, അതായത് വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ V1L പ്രൈം സൈൻ തീറ്റ 1 എന്ന് വരും. കാരണം ഈ ആംഗിൾ തീറ്റ 1 ആണ്. V1L പ്രൈം സൈൻ തീറ്റ 1. ഇവിടെ V1C പ്രൈം സൈൻ തീറ്റ എന്ന് വരും. പക്ഷേ വെർട്ടിക്കൽ ഡയറക്ഷൻ, ഈ സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായതുകൊണ്ട് സെൻറ്റർ ഓഫ് മാസിനെ സംബന്ധിച്ച് അതിൻ്റെ വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം നമുക്ക് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ്റെ എക്സ് കമ്പോണൻറ്റ് വൈ കമ്പോണൻറ്റ് നമ്മൾ എഴുതുകയാണ്. എക്സ് കമ്പോണൻറ്റ് എഴുതുമ്പോൾ V1L പ്രൈം കോസ് തീറ്റ 1 ഈക്വൽ ടു VCM പ്ലസ് V1C പ്രൈം കോസ് തീറ്റ എന്ന് എഴുതാം. വെർട്ടിക്കൽ കമ്പോണൻറ്റ് എഴുതുമ്പോൾ V1L പ്രൈം സൈൻ തീറ്റ 1 ഈക്വൽ ടു VCMന് വെർട്ടിക്കൽ കമ്പോണൻ്റ് ഇല്ല, സോ അത് 0 പ്ലസ് V1C പ്രൈം സൈൻ തീറ്റ എന്ന് എഴുതും. അങ്ങനെ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ നമ്പർ 6ഉം ഇക്വേഷൻ നമ്പർ 7ഉം കിട്ടുന്നു. സോ ഈ രണ്ടാമത്തെ ടേമിൽ എന്തുകൊണ്ട് VCMൻ്റെ ടേം ആബ്സെൻ്റ് ആവുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഇസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് സെൻറ്റർ ഓഫ് മാസ് മൂവ്സ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഉള്ളി. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് 0 ആയിരിക്കും. സോ നമ്മൾ ഇക്വേഷൻ 7നെ ഇക്വേഷൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ 7 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 6 വരുമ്പോൾ V1L പ്രൈം ക്യാൻസൽ ആവും. സൈൻ തീറ്റ 1 ബൈ കോസ് തീറ്റ 1 ടാൻ തീറ്റ 1 വരും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടാൻ തീറ്റ 1. അപ്പോൾ ടാൻ തീറ്റ 1 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ V1C പ്രൈം സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ VCM പ്ലസ് V1C പ്രൈം കോസ് തീറ്റ എന്ന് വരും. നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി ഈ ഇക്വേഷനെ ഇവിടെ V1C പ്രൈം ഉണ്ടല്ലോ, ഈ ന്യൂമറേറ്ററിലുള്ള V1C പ്രൈം നമ്മൾ ഇതിൻ്റെ മൊത്തത്തിൽ ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും V1C പ്രൈം കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ടാൻ തീറ്റ 1 ഈക്വൽ ടു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഈ ടേം VCM ബൈ V1C പ്രൈം പ്ലസ് ഇവിടുത്തെ V1C പ്രൈം ക്യാൻസൽ ആയി പോയി കോസ് തീറ്റ എന്ന് വരും. സോ വി ഹാവ് ദ എക്സ്പ്രഷൻ ഫോർ ദ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ആസ്, നമുക്ക് സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി, ഇത് ലബോറട്ടറി ഫ്രെയിമിലാണ് നമ്മൾ പറയുന്നത്, M1 V1L പ്ലസ് M2 V2L ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. നമ്മുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് M1 R1 പ്ലസ് M1 V1 പ്ലസ് M2 V2 പ്ലസ് M3 V3 പ്ലസ് എക്സെട്ര MN VN ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് M എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് പാർട്ടിക്കിളാണുള്ളത്, രണ്ടിൻ്റെ മാസ് ഒന്നിൻ്റെ M1 ഒന്നിൻ്റെ M2 ആണ്. വെലോസിറ്റി V1L V2L ആണ്. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് M1 V1L പ്ലസ് M2 V2L ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ആണെന്ന് എഴുതാം. അപ്പോൾ നമുക്കറിയാം ഈ ലബോറട്ടറി ഫ്രെയിമിൽ M2 റെസ്റ്റിലാണല്ലോ, കൊളീഷന് മുമ്പ്. അപ്പോൾ V2L എങ്ങനെയാണ്? 0 ആണെന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഇക്വേഷനിൽ V2L 0 ആണെന്ന് കൊടുത്താൽ ഈ സെക്കൻഡ് ടേം 0 ആയിപ്പോൾ. അപ്പോൾ നമുക്ക് VCM ഇസ് ഈക്വൽ ടു M1 V1L ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 എന്ന് കിട്ടും. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 9 എന്ന് കൊടുത്തു. ഓക്കെ, സോ നമ്മളങ്ങനെ ഇവിടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ വരെ നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഡെറിവേഷൻ പ്രോഗ്രസ് ചെയ്യുന്നത് എന്നുള്ളത് ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.